നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന തട്ടുകട സ്റ്റൈല് ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് എടുത്തേക്കുന്ന ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. നമ്മുടെ പച്ചക്കുരുമുളകാണ് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചക്കുരുമുളക്, ചെറിയ ഉള്ളി, ഇത് ഇത്രയാണ് ഇതിൽ സ്പെഷ്യലായിട്ട് വരുന്നത്. ബാക്കി നമ്മുടെ സാധാരണ മസാല, പിന്നെ ഉപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഇറച്ചി മസാല. ഇതാണ് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് വെണ്ണ പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ഇത് നമ്മുടെ കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി വെച്ചേക്കുന്ന നല്ല ചിക്കനിലോട്ട് അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഞവിടി അങ്ങോട്ട് കുഴച്ച് യോജിപ്പിച്ച് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 5 മിനിറ്റ് പിന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മസാലകളൊക്കെ അങ്ങോട്ട് പിടിക്കും. ഇപ്പോൾ വേർപെട്ട് പോകില്ല. അപ്പോൾ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിക്കാൻ രീതിയിൽ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് പയ്യെ സെറ്റ് ആവട്ടെ. നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കാം. നമ്മൾ ലാസ്റ്റ് ഇടാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ലാസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് പെരിഞ്ചീരകവും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ട ആഡ് ചെയ്യാം കേട്ടോ. മുട്ട ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ നാരങ്ങ വേണമെന്നുണ്ടെങ്കിൽ സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതൊന്ന് ഒരു ചെറിയ ടേസ്റ്റ് നല്ല രീതിയിൽ കുറച്ചുകൂടെ കൂടും. നമുക്കിപ്പോൾ അത് അവൈലബിൾ ആയിട്ട് നമ്മുടെ കൈവശമില്ല. അപ്പം അതുകൊണ്ട് നമ്മളുള്ളത് വെച്ച് ഒരു തട്ടുകട രുചിയിൽ നമുക്ക് എങ്ങനെ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പം പരിമിതമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പിന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം അവിടെ ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് തണുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് തട്ടിക്കൊടുത്ത് നല്ല ലോ ഫ്ലെയിമിലിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മളിതിന് മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം കൂടെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് പൊരിഞ്ഞ് വന്നിട്ടേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല രുചിയിലൊക്കെ ഉണ്ടായി. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വിജയിച്ച സാധനങ്ങളാണ്. നല്ല രുചിയാണ്. നല്ല ടെൻഡർ ചിക്കൻ, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ, നല്ല വെന്ത ചിക്കൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ നോക്കുക. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.